പരപ്പനങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി, തൃത്താല ഇതെല്ലാം ചേരുന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. 2014-ലും 2019-ലും പിന്നെ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെയാണ് പൊന്നാനി മണ്ഡലം ചിന്തിച്ചത്, ഏത് തരത്തിലാണ് അവിടുത്തെ വോട്ട് വിഹിതം എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 2014-ലെ കണക്കിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല പൊന്നാനിയിൽ എന്നത് ഒരു വസ്തുതയാണ്. UDFന് അവിടെ 43.43% വോട്ടുകളാണ് പൊന്നാനിയിൽ നേടാൻ കഴിഞ്ഞത്. അതേസമയം LDF അവിടെ തൊട്ടു പിന്നിലുണ്ടായിരുന്നു 40.86% വോട്ടുകളുമായി. 2014-ലെ കഥ ഇതാണെങ്കിൽ 2019-ലേക്ക് വരുമ്പോൾ നോക്കൂ, ആ വോട്ട് വിഹിതം വളരെയധികം ഉയരുകയാണ്. 51.30-ലേക്ക് 43-ൽ നിന്ന് 51-ലേക്കുള്ള ഒരു കുതിപ്പ്, 40-ൽ നിന്ന് 32-ലേക്കുള്ള ഒരു കിതപ്പ്. അതാണ് 2014-ഉം 2019-ഉം തമ്മിലുള്ള വ്യത്യാസമായി നമ്മൾ കാണുന്നത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ 2021-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 46.23% വോട്ടുള്ളപ്പോൾ കേവലം 1% താഴെ മാത്രമാണ് ആ വോട്ട് വ്യത്യാസം. 45.33% വോട്ടുകൾ അവിടെ LDFന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം ഇങ്ങനെ നിൽക്കുകയാണ്. NDA 8.63% വോട്ടുകളാണ് 2014-ൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടം 2019-ൽ നടത്തുന്നുണ്ട്. 10.87%-ലേക്ക് പോകുന്നു. എന്നാൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ പെർഫോമൻസ് വളരെ താഴേക്ക് വരികയാണ്. 6.38%-മായി നിൽക്കുകയാണ്. ഇതാണ് പൊന്നാനി മണ്ഡലത്തിന്റെ വോട്ടോഗ്രാഫ്. ഈ വോട്ടോഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഉണ്ണി സർ, നിശ്ചയമായും പൊന്നാനി വളരെ വളരെ ശ്രദ്ധേയമായ മണ്ഡലമാണ് ഇപ്രാവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ LDFന് വലിയ പ്രതീക്ഷയാണ് പൊന്നാനിയിലുള്ളത്. ഇപ്രാവശ്യം അരയും തലയും മുറുക്കി LDF രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ LDF അവിടെ ഇറക്കാൻ സാധ്യതയുണ്ട്. ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളതെങ്കിൽ അതിൽ 4 നിയമസഭാ മണ്ഡലങ്ങളും LDFനൊപ്പമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത അത് പാലക്കാട് എന്നുള്ള തൃത്താല മണ്ഡലവും കൂടി ഉൾപ്പെട്ടതാണ്. തൃത്താല മണ്ഡലത്തിൽ ആരാണ് MLA എന്ന് പറയുന്നത്? MP രാജേഷാണ്. MP രാജേഷ് സംസ്ഥാന തദ്ദേശ വകുപ്പ് മന്ത്രിയാണ്. അതേപോലെ തന്നെ താനൂരിൽ നിന്നുള്ള അബ്ദുറഹ്മാനും സംസ്ഥാനത്ത് സ്പോർട്സ് യുവജനകാര്യ മന്ത്രിയാണ്. നോക്കൂ, അപ്പോൾ ലോക്സഭാ മണ്ഡലമായ പൊന്നാനിയിൽ 2 സംസ്ഥാന മന്ത്രിമാരുണ്ട്, അബ്ദുറഹ്മാനും അതുപോലെ തന്നെ MP രാജേഷും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. എന്ന് മാത്രവുമല്ല 4 നിയമസഭാ സീറ്റുകളിൽ LDF മുന്നിൽ നിൽക്കുമ്പോൾ 3 നിയമസഭാ സീറ്റുകളിൽ മാത്രമാണ് പൊന്നാനിയിൽ ലീഗിന്റെ ആധിപത്യം എന്ന് പറയുന്നത്. നിശ്ചയമായും LDFന് പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഒരു മണ്ഡലം തന്നെയാണ് പൊന്നാനി. പൊന്നാനി ഒരിക്കലും ലീഗിനെ ചതിച്ചിട്ടില്ല എങ്കിൽ കൂടിയും പൊന്നാനിയിൽ എപ്പോഴും ഒരു സാധ്യത ഇടതുപക്ഷം കാണും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൂടി പൊന്നാനിയിൽ LDFന് പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിന്റെ ലീഡ് താഴെയാണ്. UDFന് ലീഡ് കുറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഘടകമാണ്. രണ്ടാമത്തത് ഇരു സമസ്തകൾക്കും സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ സമസ്തയിൽ ചില വിഷയങ്ങളിൽ ഇടത് സർക്കാരിനോടുണ്ടായ അനുകൂലമായ സമീപനം, ഏക സിവിൽ കോഡ് വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ആ സെമിനാറിലേക്ക് ലീഗിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് സമസ്ത നേതാക്കൾ വരുന്നു. ഒപ്പം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള മറ്റ് സംഘടനകളും പോകുന്നു. ഇവിടെയൊക്കെ വോട്ട് ബാങ്ക് പൊന്നാനിയിൽ നിർണായകമാണ്. അപ്പോൾ അതൊരു പ്രധാന ഘടകമായി ഇത്തവണ പ്രതിഫലിക്കുമെന്നുള്ള പ്രതീക്ഷ LDFനുണ്ട്. അപ്പോൾ പൊന്നാനിയിൽ ഒരു ചുവപ്പ് തിരയിളക്കം മാഡം പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ, അതായത് പൊന്നാനിയുടെ MP-യുടെ പേര് അറിയാമോ എന്നതായിരുന്നു നമ്മൾ ഉന്നയിച്ച ഒന്നാമത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം എന്താണ്? എല്ലാവർക്കും അറിയാം എന്ന് വേണം മനസ്സിലാക്കാൻ. 98.6% പേർക്ക് MP-യെ അറിയാം. അതൊരു നല്ല ശതമാന കണക്ക് തന്നെയാണ്. പൊന്നാനിയിലെ MP എന്ന് പറയുമ്പോൾ തുടർച്ചയായി വിജയിച്ചു വരുന്ന MP-യാണ്. പരിചിതനായില്ലെങ്കിലാണ് പ്രശ്നം, അല്ലേ ഉണ്ണി സർ? അതെ, നിശ്ചയമായും ET മുഹമ്മദ് ബഷീർ വളരെ ജനകീയനായ നേതാവാണ്, വളരെ സൗമ്യമായ മുഖമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പൊന്നാനിയിലെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട നേതാവ് തന്നെയാണ് ET മുഹമ്മദ് ബഷീർ. അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം എന്ന കാര്യം ഒരു അത്ഭുതപ്പെടുത്തുന്ന ഡാറ്റയല്ല. നല്ല ഭൂരിപക്ഷമാണല്ലോ, 81,569 വോട്ടിന്റെ ഭൂരിപക്ഷമാണല്ലോ. അതെ, ഇക്കുറി ET പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് പോകുമോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതാണ്, അത് രസകരമായ ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ മലപ്പുറമാണ് യഥാർത്ഥത്തിൽ ETയുടെ
വീട് നിൽക്കുന്ന സ്ഥലം എന്ന് ഹോം പറയുന്നത്. ടർഫ് എന്ന് പറയുന്നത് മലപ്പുറം മണ്ഡലമാണ്. അതെ, അപ്പോൾ ആ ഹോം ടൗണിലേക്ക് വരണം എന്നൊരാഗ്രഹം ഇ ടി വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ ഇ ടിയും സമദാനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുമോ എന്നുള്ളത് അക്കാര്യം ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ആ തീരുമാനം ഇതുവരെ ലീഗ് എടുത്തിട്ടില്ല എങ്കിലും ഈ ആ ചോദ്യം അവിടെ ഈ നിലനിൽക്കുന്നു. ചുവപ്പ് തിരയിളക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ആ തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുമോ? നമുക്ക് അടുത്ത ചോദ്യങ്ങളിലൂടെ അത് അതെ, പരിശോധിക്കാം. ചോദ്യങ്ങളോടുള്ള മറുപടിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. തീർച്ചയായും. രണ്ടാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. നിങ്ങളുടെ ലോക്സഭാംഗത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ആദ്യത്തെ ചോദ്യത്തോട് ചേർത്ത് വെക്കാവുന്ന ചോദ്യമാണ്. വളരെ മികച്ചത് എന്ന് എത്ര പേർ അഭിപ്രായപ്പെടുന്നു? 31.2% പേർ. മികച്ചത് എന്ന അഭിപ്രായം 33.6% പേർ. അതായത് 64.8% പേർ MP കൊള്ളാം എന്ന അഭിപ്രായമുള്ളവരാണ്. അത് വളരെ സ്ട്രോങ് ആയ ഇൻഡിക്കേറ്ററാണ്. 68% പേര് ആ മണ്ഡലത്തിൽ 10% പേർക്ക് മോശമെന്ന അഭിപ്രായം. 10%. അതായത് മോശമെന്ന് 7.4% പറയുമ്പോൾ വളരെ മോശമെന്ന് 2.6% പേർ പറയുന്നു. അതായത് 64.8%, 65 എന്ന് തന്നെ വെക്കാം. 65% വോട്ടർമാരും മണ്ഡലത്തിലെ MP-യുടെ പ്രവർത്തനത്തിൽ തൃപ്തി രേഖപ്പെടുത്തുമ്പോൾ കേവലം 10% പേർ മാത്രമാണ് മോശമാണെന്ന് പറയുന്നത്. അപ്പോൾ വളരെ വളരെ മുന്നിലാണ് അക്കാര്യത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആത്മവിശ്വാസം വെക്കാം. അതെ, നിശ്ചയമായി. ഈറ്റിക്ക് പൊന്നാനി പൊന്നുപോലെ ഈറ്റിയെ നോക്കുന്നുണ്ട്, ഈറ്റിയും പൊന്നാനിയെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്ന് വേണം കാണാം. അതെ. അപ്പോൾ ആ പൊന്നാപുരം കോട്ട ആദ്യത്തെ 2 ചോദ്യത്തിലും ഇൻടാക്ട് ആയി നിൽക്കുകയാണ്. ഇനി പൊന്നാനിയിൽ വോട്ട് വിഷയമാകാൻ പോകുന്നത് ഏതായിരിക്കും? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എന്താണ് പ്രധാനപ്പെട്ട വിഷയം? അതെ, വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിക്കാർ വോട്ടിടുമ്പോൾ പ്രധാന വിഷയമായി പരിഗണിക്കുന്നത് എന്തൊക്കെയായിരിക്കും? റിസൾട്ട്സ് ആർ ഹിയർ. പൊന്നാനിയിൽ ഏറ്റവും പ്രധാനം വികസന പ്രവർത്തനമാണ്. 28.9% പേർ വികസന പ്രവർത്തനം ആണ് പ്രധാനമായി കണക്കാക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് 7.4%മേ ഉള്ളൂ. അല്ല, അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഡേറ്റ വരുന്നുണ്ട് സുജയ, സ്മൃതി. വിലക്കയറ്റം 29.3% ആളുകൾ വിലക്കയറ്റത്തിന് വളരെ പ്രധാനമായിട്ട് കാണുന്നു. അത് ആന്റി ഇൻകംബൻസിയാണ്. അതായത് വികസന പ്രവർത്തനം നിശ്ചയമായും വളരെ പ്രാധാന്യത്തോടെ കാണുമ്പോൾ തന്നെ ഒരു ബെറ്റർ പെർഫോമറാണ് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. 65% പിന്തുണ അദ്ദേഹത്തിന്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഇ ടിക്ക് വിഷമിക്കേണ്ട ഒരു സാഹചര്യമില്ല. എന്നാൽ 29% ആളുകൾ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നുണ്ട് എങ്കിൽ ആ മണ്ഡലത്തിൽ വിലക്കയറ്റം എപ്പോഴും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമാണ്. അതിനെ ആ അത് സൂചിപ്പിക്കുന്ന അതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിശ്ചയമായും ഒരു ആന്റി ഇൻകംബൻസി അവിടെ വർക്ക് ചെയ്യുന്നു. കേന്ദ്ര കാരണങ്ങളുണ്ടെങ്കിലും അല്ലേ? അത് നോക്കണം. അയോധ്യ ക്ഷേത്ര നിർമ്മാണം രാജ്യസുരക്ഷയും കൂടി എത്ര ശതമാനം എന്നുള്ളത് 12.2%. അയോധ്യയിൽ 1.4, രാജ്യസുരക്ഷയിൽ 10.8% പേർ പ്രാധാന്യം കൽപ്പിക്കുന്നു. അതൊരു കൗതുകമാണ്. നേരത്തെ സുജയ ലൈൻ ഗ്രാഫിക്സിൽ സൂചിപ്പിച്ചതുപോലെ NDAക്ക് ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു വോട്ടിംഗ് ബ്ലോക്ക് ഉണ്ട്, അതിനകത്ത് സംശയമില്ല. അങ്ങനൊരു അയോധ്യയും അതേപോലെ തന്നെ രാജ്യരക്ഷയും ഒക്കെ വളരെ പ്രാധാന്യത്തോട് കാണുന്ന ഒരു വോട്ടിംഗ് സമൂഹം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം വെച്ചാൽ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 10.87% വോട്ട് വരെ നേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതാണ്ട് 11% വോട്ട് NDAക്ക് ആ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ള ചരിത്രമുള്ളതുകൊണ്ട് തന്നെ അത് അത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ല.